വെള്ളം ഒന്ന് പ്രോപ്പറായിട്ട് ക്ലിയർ ആവാനായിട്ട് ഞാൻ ഈ സൊല്യൂഷൻ ഉപയോഗിക്കും. ഇന്നലെ ഞാൻ ക്ലീൻ ചെയ്തതാണ് ടാങ്ക്. അയ്യോ. അപ്പൊ ഇതാണ് ആപ്പിൾ സ്നെയിൽ. അക്വേറിയം വീട്ടിലുള്ളവർക്ക് അറിയായിരിക്കും ആപ്പിൾ സ്നെയില്. കണ്ടോ ഈ അക്വേറിയത്തിനകത്ത് ഫിൽറ്റർ ചെയ്യുന്ന എന്തുമാത്രം അഴുക്കാ പോകുന്നതെന്ന്. അപ്പൊ ഇത്രയും വലിയ ടാങ്കിന്റെ വെള്ളം കളയാനായിട്ട് ബക്കറ്റ് കോരിക്കൊണ്ട് കളയാൻ പറ്റില്ല. ഇത്രയും ചെടികൾ ഞാൻ ആക്ച്വലി അക്വേറിയത്തിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ കുറച്ച് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ചാനലിന്റെ വീഡിയോസ് എല്ലാം കാണുന്നവർക്ക് അറിയായിരിക്കും ഞങ്ങൾ ഈയിടെയായിട്ട് ഒത്തിരി ട്രാവൽ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ട്രാവൽ വീഡിയോസ് എല്ലാവരും കണ്ട് ഇഷ്ടപ്പെടുന്ന അഭിപ്രായം പറഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ ഇന്നത്തെ പ്ലാനാണ് എൻ്റെ വലിയ അക്വേറിയം ക്ലീൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ചാനലിലെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും ഞങ്ങൾ ട്രാവൽ റിലേറ്റഡ് വീഡിയോസ് മാത്രമല്ല, എനിക്ക് പെറ്റിൻ്റെയും ക്രേസ് ഉണ്ട്, എനിക്കും എൻ്റെ വൈഫിനും. അപ്പോൾ ഇന്നത്തെ പ്ലാനാണ് എൻ്റെ മോൺസ്റ്റർ അക്വേറിയം ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട്. ആക്ച്വലി 1 കൊല്ലത്തോളം ആയി ടാങ്ക് ക്ലീൻ ചെയ്യാനായിട്ട്, കാരണം നല്ല ഫിൽട്രേഷൻ സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒട്ടും താമസിക്കേണ്ട, നമുക്ക് ഈ ടാങ്ക് ക്ലീൻ ചെയ്ത് കുട്ടപ്പനായിട്ട് എടുക്കാം. വീട്ടിൽ അക്വേറിയം ഉള്ളവർക്ക് അറിയായിരിക്കും ഒരു അക്വേറിയം മെയിൻറ്റെയിൻ ചെയ്യാൻ എത്ര പാടാണെന്ന്. ആ പാട് ഞാനിപ്പോൾ ക്ലീൻ ചെയ്യുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് അക്വേറിയത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഓൾമോസ്റ്റ് 1 കൊല്ലമായി. ഇനിയിപ്പോൾ ക്ലീൻ ചെയ്യാതെ ഒരു ഓപ്ഷനും ഇല്ല. ഇത് ഇവനെ കണ്ടില്ല, ഇവനാണ് ഒരു രക്ഷയില്ല, അതിനിടയിൽ നടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇവിടെ ഒരു ബുദ്ധ ഉണ്ടായിരുന്നു. ബുദ്ധയുടെ ഫേസ് എല്ലാം കണ്ടില്ലേ, മൊത്തം അഴുക്കായി. അപ്പോൾ ഈ ടാങ്ക് ചിക്ലെറ്റ്സിൻ്റെ ആണ്. ഓക്കെ, വേറൊരു ഫിഷും ഇല്ല, ചിക്ലെറ്റ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിപ്പോൾ മൊത്തം ക്ലീൻ ചെയ്ത് അടിപൊളിയാക്കി കുട്ടപ്പനായിട്ട് നമുക്ക് എടുക്കാം. ഒട്ടും താമസിയാതെ നമുക്ക് ക്ലീൻ ചെയ്യാം, കാരണം ഫിൽട്രേഷൻ എല്ലാം ഓഫായി. താഴെക്കൂടെ വെള്ളം ലീക്കായി തുടങ്ങി. അപ്പോൾ ഇനി ഡിലേ ചെയ്ത ഫിഷസിനും ഇമ്പാക്റ്റ് ആവും. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ ഈ ടാങ്ക് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് അക്വേറിയത്തിൽ നിന്നുള്ള മോളിൽ നിന്നുള്ള വ്യൂ. കുറേ ആർട്ടിഫാക്ട്സ് ഞാൻ എടുത്ത് ഇതിനകത്ത് വച്ചു. ഇതെല്ലാം ഇനി കഴുകി വീണ്ടും സെറ്റ് ചെയ്യണം. ആർട്ടിഫാക്ട്സ് എല്ലാം എടുത്ത് മാറ്റി ക്ലീൻ ചെയ്യുമ്പോഴത്തേക്കും സോപ്പിട്ട് കഴുകാൻ പാടില്ല, കാരണം സോപ്പിട്ട് കഴുകി കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ബെനിഫിഷ്യൽ ബാക്ടീരിയാസും ഉണ്ടാവും, അതെല്ലാം മരിച്ചു പോവും. അപ്പോൾ കുറച്ചൊക്കെ അഴുക്കുന്നത് വേണം. ഞങ്ങളപ്പോൾ ഈ സ്റ്റാച്ചു വാങ്ങിച്ചപ്പോഴത്തേക്കും ആക്ച്വലി മൊത്തം വൈറ്റ് പെയിന്റിലായിരുന്നു. ബട്ട് ഓൾമോസ്റ്റ് 1 കൊല്ലമായി ടാങ്കിൻ്റെ അകത്ത് ഇരുന്ന് ഈ വൈറ്റ് പെയിന്റ് പോയി ഇപ്പോൾ ബ്രൗൺ കളർ വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് ഈ വൈറ്റ് പെയിന്റ് മൊത്തം ഒന്ന് റബ്ബ് ചെയ്ത് കളഞ്ഞ് ഈ ബ്രൗൺ കളർ തന്നെ വയ്ക്കാൻ, അതാകുമ്പോൾ ഒരു നാച്ചുറൽ ലുക്കും കിട്ടും ടാങ്കിനകത്ത്. അപ്പോൾ ഇനി ഇതല്ലാതെ വേറെ ഏതെങ്കിലും കളർ ചെയ്യണോ നിങ്ങൾ പറ കമന്റ് ബോക്സിൽ. അതിനനുസരിച്ച് ഞാൻ കളർ ചെയ്ത് വീണ്ടും ടാങ്കിനകത്ത് വയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, വൈറ്റ് ആണോ ബ്രൗൺ ആണോ? ടാങ്കിനകത്ത് എന്തായിരിക്കും അടിപൊളിയായിട്ട് കാണുന്നത്? ഇത്രയും ചെടികൾ ഞാൻ ആക്ച്വലി അക്വേറിയത്തിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ കുറച്ച് ഒറിജിനലാണ്, എന്താ പറയുക, ആക്ച്വൽ പ്ലാന്റ്സ് ആണ്, കുറച്ച് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് കഴുകി ക്ലീൻ ചെയ്ത് നമുക്ക് ആദ്യം എടുക്കാം. അപ്പോൾ ഇത്രയും വലിയ ടാങ്കിൻ്റെ വെള്ളം കളയാനായിട്ട് ബക്കറ്റ് കോരിക്കൊണ്ട് കളയാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്കൊരു പോൺ ഫിൽറ്റർ ഉണ്ട്. ആ പോൺ ഫിൽറ്ററിൽ ഞാനിതുപോലെ പൈപ്പ് കണക്ട് ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ? അത് ഞാൻ ഹോളിലെ ബാത്റൂമിൽ വിട്ടു. അപ്പോൾ ഇത് തുറന്നു കഴിഞ്ഞാൽ ഈ ടാങ്കിൻ്റെ വെള്ളം ഓട്ടോമാറ്റിക്കലി ഇതുവഴി പൊക്കോളും. അപ്പോൾ ഒന്ന് കൈ കൊണ്ട് ടാങ്ക് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് തുറന്നു വിടാം. ഈ ഒരു പോൺ ഫിൽറ്റർ മാത്രമല്ല, ഈ സൈഡിൽ 2 ഫിൽറ്റർ ഉണ്ട്, 2 കാനിസ്റ്റർ ഫിൽറ്റർ വെച്ചിട്ടുണ്ട്. അപ്പം മൊത്തം 3 ഫിൽട്രേഷൻ കൊണ്ടാണ് ഇത്രയും വലിയ ടാങ്ക് ക്ലീൻ ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇതുപോലൊരു ഹെഡ് ഉണ്ട്. ഓക്കെ, ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇതിനകത്തൊരു സ്പോഞ്ചിൻ്റെ ഒരു ലെയർ ഉണ്ട്. ആ ലെയർ റബ്ബായിട്ട് എന്താ പറയുക, അഴുക്കെല്ലാം ഈ പൈപ്പ് വഴി പൊക്കോളും. കണ്ടോ ഈ അക്വേറിയത്തിനകത്ത് ഫിൽറ്റർ ചെയ്യുന്ന എന്തുമാത്രം അഴുക്കാ പോകുന്നതെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇതുപോലൊരു ടാങ്ക് വീട്ടിൽ വെച്ച് വലിയ പാടാണ്. അപ്പൊ കണ്ടില്ലേ, 3 ഫിൽട്രേഷൻ ഉള്ളത് കൊണ്ടാണ് ഈ 1 കൊല്ലത്ത് 1-2 തവണ ക്ലീൻ ചെയ്താൽ മതി. ഇല്ലെങ്കിൽ 3-4 തവണ 1 കൊല്ലത്ത് ക്ലീൻ ചെയ്യേണ്ടി വരും. അതുപോലെ നല്ല ടൈം കൺസ്യൂമിംഗ് പ്രോസസ്സാണ്. അപ്പൊ നിങ്ങൾ ഇതുപോലെ അക്വേറിയം വീട്ടിൽ സെറ്റപ്പ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആലോചിച്ച് ചിന്തിച്ച് എടുക്കേണ്ട ഒരു ഡിസിഷനാണ്. ഞാനിപ്പോൾ ഈ പെറ്റ്സ് ഒക്കെ എൻജോയ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അത്ര പ്രശ്നമില്ല ഇതുപോലെ ക്ലീൻ ചെയ്യുന്നതിലൊന്നും. അതുപോലെ ഇത്രയും വലിയ ടാങ്ക് ആയതുകൊണ്ട് 3-4 തവണ 1 കൊല്ലത്ത് ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര ഈസിയല്ല. ടാങ്ക് സെറ്റപ്പ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ പ്രോപ്പർ ഫിൽട്രേഷൻ ആൻഡ് പറ്റാവുന്ന രീതിയിൽ ഓട്ടോമാറ്റിക് ചെയ്യാൻ നോക്കണം. ഇപ്പം എൻ്റെ ടാങ്കിലും ഇത് അലക്സയൊക്കെ ഉണ്ട്, ഓട്ടോമാറ്റിക് ആയിട്ട് രാവിലെ ആകുമ്പോൾ ലൈറ്റ് ഓൺ ആവും. പിന്നെ ഫിൽട്രേഷൻ 24/7 ഓൺ ആണ്. അതൊക്കെ കൊണ്ടാണ് ഇത്ര അടിപൊളി ഇരിക്കുന്നത്. അപ്പോൾ ക്ലീനിങ് ഇൻ പ്രോഗ്രസ് ആണ്. അപ്പോൾ ടാങ്കിൽ കുറച്ച് എന്താ പറയുക ഗ്രീൻ കളർ ആൽഗി ഉണ്ടായിരുന്നു, ഇതിനൊന്ന് റബ്ബ് ചെയ്ത് വിട്ടു. അപ്പോഴത്തേക്കും വെള്ളത്തിൻ്റെ കളർ മാറി. ഇത് കണ്ടില്ല, അവിടെ ഒരു ആപ്പിൾ സ്നെയിൽ ഉണ്ടായിരുന്നു. ഇത്രയും ആർട്ടിഫാക്ട്സിനിടയിൽ ഇത് ആക്ച്വലി കാണാനില്ലായിരുന്നു. ഇപ്പോഴാണ് ക്ലീൻ ചെയ്തപ്പോഴാണ് കണ്ടത്. ക്ലീൻ ചെയ്ത് ടയർഡായി ഗൈസ്. അപ്പോൾ ഇനി എന്തിനും കഴിക്കണം, ഒരു ബർഗർ കഴിക്കാം. और हम इसका असिस्टेंट है खिलाने के लिए.
ദേ കണ്ടില്ലേ, ടാങ്ക് ക്ലീൻ ചെയ്യാനായിട്ട് എല്ലാ സാധനങ്ങളും പുറത്തെടുത്തപ്പോഴത്തേക്കും ഒരാൾ മോളിൽ കയറി വന്നു. അപ്പോൾ ഇതാണ് ആപ്പിൾ സ്നെയിൽ. അക്വേറിയം വീട്ടിലുള്ളവർക്ക് അറിയായിരിക്കും ആപ്പിൾ സ്നെയില്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഇതാണ് അക്വേറിയത്തിനകത്ത് വയ്ക്കാൻ പറ്റുന്ന ആപ്പിൾ സ്നെയിൽ. ഫ്രണ്ട്ലി ആണ്, ഓക്കെ, ഡിസ്റ്റർബ് ചെയ്യേണ്ട, പാവം ഇടത്തിന് ഇരിക്കട്ടെ, ക്ലീൻ ചെയ്തിട്ട് അകത്ത് വയ്ക്കാം. അപ്പോൾ 5 മണിക്കൂറത്തെ കഠിന ശ്രമമായിരുന്നു ഗൈസ് ടാങ്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇന്നലെ ഞാൻ ക്ലീൻ ചെയ്തതാണ് ടാങ്ക്. അയ്യോ, അപ്പോൾ ഇന്നലെ ഞാൻ ടാങ്ക് ക്ലീൻ ചെയ്തതാണ്. ടാങ്ക് ഇന്നലെ ക്ലീൻ ചെയ്തിട്ട് ഒരു ദിവസം മുഴുവൻ സെറ്റ് ആവാനിട്ടു. അതിനുശേഷം ഇപ്പോൾ അടുത്ത ദിവസം വൈകുന്നേരമായി. ഇപ്പോൾ കാണിച്ചു തരാം ടാങ്കിൻ്റെ കോലം എങ്ങനെയാണെന്ന്. ഇടാവില്ല, ഒരു കാര്യം പറയാനും സമ്മതിക്കൂല. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഈ മുഴുവൻ അക്വേറിയവും അലക്സ കൺട്രോൾഡ് ആണ്. ഒരു മിനിറ്റ് പറയട്ടെ. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഈ ടാങ്ക് മുഴുവൻ അലക്സ കൺട്രോൾഡ് ആണ്. നീ പറയൂ, എന്നാ പറ. അപ്പം ഞാൻ പറഞ്ഞ പോലെ എൻ്റെ അക്വേറിയം ആക്ച്വലി അലക്സ കൺട്രോൾഡ് ആണ്. ഇതാണ് നമ്മുടെ കീ പോയിന്റ്. ഇവിടെ ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുത്ത് അടങ്ങിയിരുന്നോളൂ, പാവം. അപ്പം ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ടാങ്ക് അലക്സ കൺട്രോൾഡ് ആണ്. അപ്പോൾ ഞാൻ ഷെഡ്യൂൾ ചെയ്ത ടൈമിൽ ലൈറ്റ് ഓൺ ആവും. ഹീറ്റർ 24/7 ആണ്. ലൈറ്റ് ഓൺ ആവും, ലൈറ്റ് ഓഫ് ആവും. അങ്ങനെയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ വലിയ 2 മോട്ടറുണ്ട്. അപ്പോൾ വെള്ളം മാറ്റാനായിട്ടും എല്ലാം എളുപ്പമായിരിക്കും. അപ്പോൾ ഓക്കെ, മൂമെൻറ്റ് ഓഫ് ട്രൂത്ത്. ടാങ്ക് ക്ലീൻ ചെയ്തിട്ട് സെറ്റപ്പ് ചെയ്ത് അക്വാസ്കേപ്പിംഗ് ചെയ്തതിന് ശേഷം എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം. ടേൺ ഓൺ അക്വേറിയം. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഈ ടാങ്കിൽ ആക്ച്വലി ചിക്ലിറ്റ്സ് മാത്രമേ ഉള്ളൂ, വേറെ ഒരു ഫിഷും ഇല്ല. ഒരു റെയിൻബോ ഫിഷ് ഉണ്ട്. ഓക്കെ, ആ റെയിൻബോ ഫിഷ് എവിടെയാണെന്ന് കാണാൻ പറ്റില്ല ഗൈസ്, അത്ര വലിയ ടാങ്ക് ആയതുകൊണ്ട്. പിന്നെ ഒരു ആപ്പിൾ സ്നെയിലും ഉണ്ട്. ഇവരെല്ലാവരും ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഇതിനകത്ത് എത്ര ഫിഷ് ഉണ്ടോ അതിനേക്കാളും 3 മടങ്ങ് ഫിഷ് എനിക്ക് ഇടാൻ പറ്റും ഇതിനകത്ത്. അപ്പോൾ നമുക്ക് ഗ്രാജുവലി ഫിഷിനെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് മൂമെൻറ്റ് ഓഫ് ട്രൂത്ത്. എന്താ പറയുക, ടാങ്ക് 5 മണിക്കൂറത്തെ കഷ്ടപ്പാടിന് ശേഷം ടാങ്ക് ഇതുപോലെ സെറ്റായി. ഇതെല്ലാം സെറ്റപ്പായിട്ട് വന്നപ്പോഴാണ് ഒരു പ്രശ്നം കണ്ടെത്തിയത്. ഈ ടാങ്കിൽ വെച്ചിരുന്ന ഹീറ്റർ ആക്ച്വലി ചീത്തായിപ്പോയി. അപ്പോൾ ഞാൻ പുതിയൊരു ഹീറ്റർ വാങ്ങിച്ചു. ആ ഹീറ്റർ നിങ്ങൾ കാണിച്ചു തരാം. ആക്ച്വലി ഇതിന് മുമ്പ് വെച്ചിരുന്ന ഹീറ്റർ ആക്ച്വലി സോബോയുടെയാണ്. എൻ്റെ ചെടി കടിക്കല്ലേ. അപ്പോൾ ഇതിന് മുമ്പ് വെച്ചിരുന്ന ഹീറ്റർ ആക്ച്വലി സോബോയുടെയാണ്. ഇപ്പോഴും വാങ്ങിച്ചത് സോബോയുടെയാണ്. നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ. അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിച്ച ഹീറ്റർ. ആമസോണിൽ നിന്ന് വാങ്ങിച്ച ഹീറ്ററാണ്. നല്ലൊരു ഹീറ്ററാണ്. അപ്പോൾ നിങ്ങളും ഒരു അക്വേറിയം വീട്ടിലുണ്ട്, ഒരു ഹീറ്റർ വാങ്ങാൻ നോക്കുകയാണെങ്കിൽ ഇത് ട്രൈ ചെയ്യാം. ഇതിന് മുകളിൽ ഡിസ്പ്ലേ എല്ലാം ഉണ്ട്. ഇതുപോലൊരു വലിയ ടാങ്കിന് ഈ ഹീറ്റർ മോർ ദാൻ ഇനഫാണ്. അപ്പോൾ നവംബർ, ഡിസംബർ, ജാനുവരി ഈ സമയമാണ് നിങ്ങൾ ആ വീട്ടിൽ അക്വേറിയം വെച്ചിട്ടുണ്ട്, എസ്പെഷ്യലി ചിക്ലെറ്റ് ടാങ്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഹീറ്റർ വേണം. കാരണം ഇവർ കുറച്ച് വാം വാട്ടറിൽ ജീവിക്കുന്നവരാണ്. ഇവരുടെ വെള്ളം ഒത്തിരി തണുപ്പായി കഴിഞ്ഞാൽ ബോഡിയിൽ ഇൻഫെക്ഷൻ വരും. അപ്പോൾ ഉറപ്പായിട്ടും ഒരു ഹീറ്റർ വേണം. അപ്പോൾ ഈ 2 പേരെ ഞാൻ ആക്ച്വലി അക്വേറിയത്തിൻ്റെ മുകളിലാണ് വെച്ചിരിക്കുന്നത്. കാരണം വേറെയും ബേർഡ്സ് ഉണ്ട് വീട്ടിനകത്ത്. അപ്പോൾ ഇവരെ ഇതിൻ്റെ മുകളിൽ വെച്ചു, കാരണം കൺമുന്നിൽ കാണാനും പറ്റും. അപ്പോൾ ആദ്യം നമുക്ക് ഇവരെ മാറ്റാം. എന്നാൽ മാത്രമേ അക്വേറിയത്തിന് ടോപ്പ് വഴി എനിക്ക് ഹീറ്റർ വയ്ക്കാൻ പറ്റുള്ളൂ. ഹീറ്റർ ഈ സൈഡിൽ ഞാൻ സെറ്റ് ചെയ്തു. ഇതിൻ്റെ കൺട്രോളർ പുറത്ത് തന്നെയാണ് ആക്ച്വലി. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഞാനിത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഓൾമോസ്റ്റ് ഒരു 1000 റുപ്പീസായി. അപ്പോൾ ആ സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ടെമ്പറേച്ചർ ഇപ്പോൾ 25-ൽ സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. അപ്പോൾ ഇത് എന്താ പറയുക, അൺബോക്സ് ചെയ്ത് പവറിൽ കണക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി 28 ഡിഗ്രി സെൽഷ്യസ് കാണിക്കും. എന്നിട്ട് വെള്ളത്തിന് ടെമ്പറേച്ചർ മാറുന്ന അനുസരിച്ച് കണ്ടോ, ഇപ്പം 29 ആയിരുന്നു, 29-ന് 28 ആയി. വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ മാറുന്ന അനുസരിച്ച് ഹീറ്ററിൻ്റെ ടെമ്പറേച്ചർ മാറും. 25 ഡിഗ്രി സെൽഷ്യസ് ആയി കഴിയുമ്പോഴത്തേക്കും ആ ഡിസ്പ്ലേ ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും. ടാങ്കിലെ വെള്ളം മാറ്റിയതിന് ശേഷം വെള്ളം ഒന്ന് പ്രോപ്പറായിട്ട് ക്ലിയർ ആവാനായിട്ട് ഞാൻ ഈ സൊല്യൂഷൻ ഉപയോഗിക്കും. ഇതിൻ്റെ പേരാണ് ക്ലിയർ ബാലൻസ് സൈക്കിൾ. ഒബ്വിയസ്ലി വെള്ളം മാറ്റി കഴിയുമ്പോഴത്തേക്കും ഫിഷുകൾക്കെല്ലാം അഡാപ്റ്റ് ആവാനായിട്ട് കുറച്ച് പ്രശ്നം ഉണ്ടാവും. അപ്പം ഈ സൊല്യൂഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത്ര പ്രശ്നം ഉണ്ടാവില്ല, ക്വിക്ക്ലി അഡാപ്റ്റ് ആവും.
അതുമല്ലാതെ ഞാൻ ഈ ഒരു സൊല്യൂഷനും യൂസ് ചെയ്യാറുണ്ട്. കാരണം ഒബ്വിയസ്ലി ഫ്ലാറ്റിലൊക്കെ വരുന്ന വെള്ളം ക്ലോറിനേറ്റഡ് ആയിരിക്കും. ആ ക്ലോറിൻ റിമൂവ് ചെയ്യാനായിട്ടുള്ള വെള്ളമാണിത്. അപ്പോൾ ഇത്രയും വലിയ ടാങ്കിൽ ഞാനിത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 4 അല്ലെങ്കിൽ 5. അപ്പോൾ ഈ ക്യാപ്പിൻ്റെ സൈസിൽ ഞാൻ 5 തവണ എടുത്ത് ഈ ടാങ്കിൽ മിക്സ് ചെയ്യും. അപ്പോൾ ഫിഷസിനെല്ലാം കുറച്ചുകൂടി ഈസി ആയിരിക്കും ഈ മാറ്റി വെള്ളവുമായിട്ട് ഈസിലി അഡാപ്റ്റ് ആവാനായിട്ട്. അപ്പോൾ ഈ സ്റ്റാച്ചുവിൻ്റെ താഴെ എല്ലാം ഹൈഡിങ് സ്പോട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാരണം ഇവരെല്ലാം ചിക്ലെറ്റ്സ് അല്ലേ. ചിക്ലെറ്റ്സ് ബൈ നേച്ചർ കുറച്ച് അഗ്രസീവാണ്. അപ്പോൾ ഇവർക്ക് സഫീഷ്യൻറ്റ് ഹൈഡിങ് സ്പോട്ട് ഇല്ലെങ്കിൽ തമ്മിൽ അടി ഉണ്ടാക്കി ആരെങ്കിലുമൊക്കെ ഭരിക്കും. അതുകൊണ്ട് പ്രോപ്പറായിട്ട് ഹൈഡിങ് സ്പോട്ടും ഒത്തിരി ആർട്ടിഫാക്ട്സും ഞാൻ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സഫീഷ്യൻറ്റ് സ്പേസ് ഉണ്ടാവും ഇവർക്ക് ഹൈഡ് ചെയ്യാനായിട്ട്. അതുമല്ല ഇവിടെ ഓക്സിജനും വെച്ചിട്ടുണ്ട്, ഇവിടെയും വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ അവിടെയും വെച്ചിട്ടുണ്ട് 2 വലിയ ഓക്സിജൻ. കാരണം വലിയ ടാങ്ക് അല്ലേ, വലിയ ടാങ്ക് ആകുമ്പോഴത്തേക്കും 2 സ്ഥലത്തു നിന്നും ഓക്സിജൻ വന്നില്ലെങ്കിൽ സഫീഷ്യൻ്റ് ആവില്ല. ആൻഡ് ഞാൻ പറഞ്ഞ പോലെ തന്നെ 3 കാനിസ്റ്റർ ഫിൽറ്ററും ഉണ്ട്. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളും ഇതുപോലൊരു അക്വേറിയം വീട്ടിൽ സെറ്റപ്പ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ വേറൊരു വിശേഷമില്ല, ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.